വെൽക്കം ടു ഹൗസ് ബിൽഡിംഗ് വെക്കേഷൻ സീരീസ്. ഇന്ന് ഞാനും അമ്മയും കൂടി ഒരു ഡേറ്റിന് പോവാണ്. ഡേറ്റ് ഒന്നല്ല, ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ഇരിട്ടി പോവാണ്. ഇരിട്ടിയാണ് ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള അത്യാവശ്യം വലിയ ടൗണ്. ഞങ്ങൾ ബസ്സിനാണ് പോയത്. കുറേ നാളുകൾക്ക് ശേഷം ബസ്സിൽ കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാറ്റൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് അടിച്ച്, കൂട്ടത്തിൽ നല്ല വെയിലും ഉണ്ടായിരുന്നു. ഈ കാണുന്ന യൂണിഫോം കണ്ടോ, ഇവർ +2 പഠിക്കുന്നത്. ഇവിടെ തന്നെ ഞാനും പഠിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിച്ചു. അങ്ങനെ ഇരുട്ടി എത്തി നേരെ ഞങ്ങൾ പല്ല് കാണിക്കാൻ വേണ്ടി പോയി. ദീപ ഡെന്റൽ ക്ലിനിക്കിലാണ് എന്നെ കാണിക്കുന്നത്. എൻ്റെ കുഞ്ഞിലത്തെ പാൽപ്പല്ല് വരെ പറിച്ച സ്ഥലമാണ് അത്. അത്രയും ആത്മബന്ധമാണ് എനിക്ക് ആ ക്ലിനിക്കുമായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി. അമ്മ ഒരു കാപ്പിയാണ് കുടിച്ചത്, ഞാനൊരു മാംഗോ ഷേക്ക് കുടിച്ചു. ഇന്നലെ ഞാൻ സിനിമയിൽ മാംഗോ ഷേക്ക് കണ്ടപ്പോൾ എനിക്കിത് കുടിക്കണം എന്ന് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മാംഗോ ഷേക്ക് തന്നെ കുടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് അതിലേക്കൂടെ നടന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ കയറി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, അതാണ് വാസ്തവം. പക്ഷേ നമ്മളൊരു കടയിൽ കയറി കഴിയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നുമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പെറുക്കി. അങ്ങനെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മേനോട് ചോദിച്ചായിരുന്നു ജർമ്മനിക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ കൂടി ഇപ്പം മേടിച്ചാലോ എന്ന്. പിന്നെ ഞാൻ കരുതി അത് പിന്നെ മേടിക്കാമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ പൂ പോലത്തെ ഒരു ക്ലിപ്പില്ല, ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അത് ഞാൻ 2 അനിയത്തിക്ക് മേടിച്ചു. എൻ്റെ മുടിക്ക് അത് പാകമാകത്തില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇരിട്ടിയിൽ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഏതാണെന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോഴത്തേക്ക് അമ്മ എന്നെയും കൂട്ടിയിട്ട് ഒരു ഓട്ടോയിൽ കയറ്റി ഒരു നല്ലൊരു ഫുഡ് സ്പോട്ടിലേക്ക് കൊണ്ടാന്ന് പറഞ്ഞു. അത് ഇരിട്ടി ജബ്ബാർ കടവിനടുത്തുള്ള ഒരു ഹോട്ടലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡൊക്കെ അവിടെ കിട്ടും. അമ്മ ഓൾറെഡി അവിടെ പോയി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരു അൽഫാം ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും സ്റ്റാൻഡിലേക്ക് വന്നു. സ്റ്റാൻഡിൽ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു. പിന്നെയും ആ ഫ്രൂട്ട്സ് മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.